തീരത്ത് അറേബ്യൻ തീരത്ത് അറേബ്യൻ തീരത്ത് നമസ്കാരം. അറേബ്യൻ തീരത്തേക്ക് ഏവർക്കും സ്വാഗതം. മലയാളികൾക്കെന്നും ഗൾഫ് നാടുകൾ ഒരു സ്വപ്നമായിരുന്നു, പ്രത്യേകിച്ചും ദുബായ്. സ്വപ്നം തേടി ആ തീരത്ത് കാലുകുത്തിയവരെ കുറിച്ചാണ് അറേബ്യൻ തീരത്ത്. ഗൾഫ് കാഴ്ചകളും പ്രവാസ ജീവിതവും ആ ജീവിതത്തിലെ കൗതുകങ്ങളുമായി പ്രേക്ഷകരെ കാഴ്ചയുടെ മറ്റൊരു തീരത്തെത്തിക്കുകയാണ് അറേബ്യൻ തീരത്ത്. അറേബ്യൻ തീരത്തിൻ്റെ ഇന്നത്തെ ഈ ആദ്യ എപ്പിസോഡിൽ ഒരിക്കൽ കൂടി പ്രേക്ഷകരെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്കൊരു കർഷകനെ പരിചയപ്പെടാം. UAE അലൈൻ എന്ന മരുപ്രദേശത്തെ ഏക്കർ കണക്കിന് മരുപ്രദേശം അദ്ദേഹം ഫലഭൂയിഷ്ടമായ കൃഷിത്തോട്ടമാക്കി മാറ്റിയിരിക്കുന്നു. ാണെങ്കിൽ പിന്നെ നാട് പോരെ, എന്തിനാ മരുഭൂമിയിൽ പോയി കഷ്ടപ്പെടുന്നത് എന്ന് സംശയിക്കുന്നവരോട് അദ്ദേഹം തന്നെ മറുപടി പറയും. 71-ാം വയസ്സിലും 21-കാരൻ്റെ ചുറുചുറുക്കോടെ ഈ പ്രപഞ്ചത്തിൽ കൃഷിയും കൃഷിക്കാരനും വേണ്ടുന്നതിനെക്കുറിച്ചും അവൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നു. ആൾക്കാരെല്ലാം പറയും ഗൾഫിൽ ഭയങ്കര ചൂടാണ്, മണലാരണ്യമാണ് എല്ലാള്. ഞാൻ പറഞ്ഞ ഗൾഫിലെ ഏറ്റവും പ്ലസ് പോയിന്റ് ഇവിടുത്തെ സൂര്യതാപമാണ്. എത്രത്തോളം സൂര്യതാപം ഒരു രാജ്യത്ത് കിട്ടുന്നുവോ ആ സൂര്യൻ്റെ എനർജി നമ്മൾ പച്ചിലയിൽ കൂടി സംഭരിച്ചെടുക്കുന്നു, ആ രാഷ്ട്രം അത്ര സമ്പന്നമാവും. പിന്നെ ഇവിടുത്തെ മണലാരണ്യം എന്ന് പറയും, ഞാനത് സമ്മതിക്കില്ല. ഈ മണലിനകത്ത് നമ്മൾ ഹ്യൂമസ്, അതായത് ക്ലേദം, അതായത് പച്ചിലകൾ, പെട്ടെന്ന് വളരുന്ന പച്ചിലകളും പശുവിൻ്റെ ചാണകവും അങ്ങോട്ട് ഇട്ട് കൊടുക്കുക, സസ്യങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് വളരാൻ തുടങ്ങും. റൂട്ടിൻ്റെ വളർച്ച കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം ഏറ്റവും അനുകൂലമാണ് ഇവിടുത്തെ മണൽ. പക്ഷെ മണലിനകത്ത് നമ്മൾ ഹ്യൂമസ് അഥവാ പച്ചില വളങ്ങൾ, ചാണകം ഇത് ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ ഗ്രോ ചെയ്യും. ഇവിടുത്തെ മണ്ണ് കൃഷിക്ക് ഏറ്റവും നല്ല മണ്ണാണ്. മുട്ടയിൽ കൃഷിയിലേക്ക് മാറാനുള്ള കാരണം പച്ചിലകളുടെ അത്ഭുതം. ലോകത്ത് ഏത് ഫുഡും ഉണ്ടാക്കാൻ പച്ചിലയിൽ കൂടെ അല്ലാതെ കഴിയില്ല. സൂര്യൻ്റെ എനർജി ഈ പച്ചിലയിൽ കൂടെ നമുക്കത് എടുക്കാം. വേണമെങ്കിൽ ഒന്നുകൂടെ വ്യക്തത വരുത്തിയാൽ പഞ്ചഭൂതങ്ങളാണ് ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത്. പഞ്ചഭൂതത്തിൽ ഒരു എലിമെൻ്റ് നമ്മളെ ഭൂമി, രണ്ടാമത്തെ എലിമെൻ്റ് ഭൂമി തുറന്നെടുക്കുന്ന വെള്ളം, മൂന്നാമത്തെ എലിമെൻ്റ് വായു, നാലാമത്തെ എലിമെൻ്റ് സൂര്യൻ, അഞ്ചാമത്തെ എലിമെൻ്റ് നമ്മൾ ഇപ്പോൾ കേൾക്കുന്ന ഈ ശബ്ദം. ഈ 5 എലിമെൻ്റാണ് നമ്മളെ ശരീരത്തുള്ളത്. പ്രപഞ്ചം മൊത്തം നിരവധി 5 എലിമെൻ്റാണ്. ഈ 5 എലിമെൻറ്റും കൂടി ഇരിക്കാൻ നമുക്ക് ജീവനുണ്ട്. ഈ 5 എലിമെൻറ്റ് മേടിക്കുമ്പോൾ നമ്മൾ മരിച്ചു വീഴും. ഈ പഞ്ചഭൂത സിദ്ധാന്തം അനുസരിച്ചാണ് എൻ്റെ കൃഷി. അത് എൻ്റെ കൃഷിത്തോട്ടത്തിൽ ഞാൻ പുറമേ നിന്നും ഒന്നും കൊണ്ടുവരുന്നില്ല. സൂര്യപ്രകാശത്താൽ പുല്ല് വളർത്തുന്നു. ഈ പുല്ല് പശുവിനും ആട്ടിനും കൊടുക്കുന്നു. അത് ചാണകം തരുന്നു. അതെടുത്ത് വീണ്ടും മണ്ണിലിടുന്നു. ഇങ്ങനെ റീസൈക്കിൾ ചെയ്ത് പോകുന്നു. യാതൊരു എണ്ണവും പുറമേ ഒന്നും കൊണ്ടുവരുന്നില്ല തോട്ടത്തിൽ. ഇറ്റ്സ് എ നാച്ചുറൽ ഫാമിംഗ്. മൊത്തം പച്ചപ്പും തണുപ്പും കുളിർമയുമുള്ള കാഴ്ചകളാണ് ഇനി നമുക്കുള്ളത്. അദ്ദേഹത്തിൻ്റെ സംഭാഷണം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ ആ തോട്ടത്തിലെത്തി. ഇത് കുക്കുംബർ തോട്ടം. ഇദ്ദേഹം തന്നെ ഇതിനെ വിശേഷിപ്പിക്കുന്നത് എൻ്റെ ഏക ആദായം ഈ കുക്കുംബർ തോട്ടമാണെന്നാണ്, ബാക്കിയെല്ലാം സേവനമാണ്. അതിൻ്റെ കാര്യം ആ കഥ എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ കാര്യം? കുക്കുംബറിൽ നിന്നാണ് ആദായം എടുക്കുന്നത്. ഈ ആദായം എടുത്തതിന് ശേഷം അതിൽ നിന്ന് ബാക്കി മുരിങ്ങ, നോനി, പപ്പായ, ചിയ ബാക്കിയുള്ളവരും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എടുക്കും. ഇത് കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ്. എവിടെ ഇത് മാർക്കറ്റ് ചെയ്ത് എങ്ങനെ മാർക്കറ്റ് ചെയ്ത്? ഇത് സൂപ്പർ മാർക്കറ്റിൽ കൊടുക്കും. സൂപ്പർ മാർക്കറ്റുകാർ എടുക്കും. ഇത് ഞാൻ നാച്ചുറലി ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് ഇവിടെ തന്നെ പുല്ല് വളർത്തും. പുല്ല് വളർത്തി ആ പുല്ല് പശുവിനും ആട്ടിനും കൊടുക്കും. ആ ചാണകം ഇങ്ങോട്ട് എടുക്കും. ആ ചാണകം 250 ഗ്രാം ചാണകം ഇടും. പിന്നെ ഇവിടെ തന്നെ പച്ചിലകൾ ഉണ്ടാക്കും. അതിന് ഫാസ്റ്റായിട്ട് വളരുന്ന ഏറ്റവും
വിറ്റാമിൻസും മിനറൽസും എല്ലാം ചേർന്നൊരു പച്ചിലയാണ് മുരിങ്ങയില. ആ മുരിങ്ങയില തന്നെ പച്ചിലുള്ളതായിട്ട് ഇതിനിടും. അപ്പോൾ ഒരു മൂട്ടിനകത്ത് 250 ഗ്രാം ചാണകവും 100 ഗ്രാം പച്ചിലയും ഇടുക, ഒരു വെള്ളരി വിത്ത് വയ്ക്കുക. 30 ദിവസം കഴിഞ്ഞ് ഇതിൻ്റെ ഈൽഡ് എടുക്കുക, ഇവനങ്ങ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിൻ്റെ ഇപ്പം നിങ്ങൾ 40 മീറ്റർ, നിങ്ങൾ 25 മീറ്റർ വീതി, അപ്പോൾ 1000 സ്ക്വയർ മീറ്റർ ഇതിനകത്തുണ്ട്. ഉദ്ദേശം 25 സെൻറ്റ്. ഇതിൽ 100 ദിവസം കൊണ്ട് 20 ടൺ വെജിറ്റബിൾ പ്രൊഡ്യൂസ് ചെയ്തെടുക്കാം. അതാണ് ഈ സീക്രട്ട്. ഇതിൻ്റെ 1 സ്ക്വയർ ഫീറ്റ് സർഫേസ് അല്ല ഫോട്ടോസിന്തസിസ് 6 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എടുക്കും. ഈ 6 ഗ്രാം കാർബോഹൈഡ്രേറ്റ് എടുത്താൽ അതിൽ നിന്ന് 3 ഗ്രാം നേരെ കുക്കുംബർ വലുതാവാനും 3 ഗ്രാം തുടർന്ന് വളർച്ചയ്ക്ക് കൊടുക്കും. ഇതെല്ലാം ഓരോ ചെടിക്ക് ഞാൻ നിന്ന് 60 സ്ക്വയർ ഫീറ്റ് സർഫേസ് അലയാണ്. 60 കൂടിയ സർഫേസ് അല നിർത്തില്ല. 1 സ്ക്വയർ ഫീറ്റ് സർഫേസ് ഓരോ 24 ഹവേഴ്സ് 6 ഗ്രാം കാർബോഹൈഡ്രേറ്റ് ഫോട്ടോസിന്തസിസ് മാത്തമാറ്റിക്സ് അല്ലേ. അതെ അതെ, അതുകൊണ്ടല്ലേ ഇത്ര ടൺ വെജിറ്റബിൾ കിട്ടുമെന്നൊക്കെ പറയുന്നത്. ഇത് വെറും ഒരു കർഷകനല്ല, വളരെ കൃത്യമായിട്ട് കണക്കൊപ്പിച്ച് കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ശുദ്ധമായ നാച്ചുറൽ കുക്കുംബർ, ഒരു കീടനാശിനിയും അനാവശ്യമായിട്ടുള്ളൊരു സംഭവം ചേരാതെ, രാസപദാർത്ഥങ്ങൾ കെമിക്കൽസ് ഒന്നുമില്ലാതെ പറിക്കുക, അപ്പോൾ എടുത്ത് കഴിക്കുക. സാറിൻ്റെ ആദായത്തിൽ ലേശം കുറവ് വന്നിട്ടുണ്ടാവും. നമ്മൾ 2-3 പൊട്ടിച്ച് കഴിച്ചാൽ കുഴപ്പമില്ല. വൻ ആദായമുള്ള സ്ഥിതിക്ക് 2-3 പോയെന്ന് ഒരു കുഴപ്പമില്ല. ഇത് പാകമായതാണ്. ഇപ്പം എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇതിനകത്ത് എവരിഡേ പൊട്ടിച്ചെടുക്കും? ഡെയിലി. ഇത് ഒറിജിനൽ അമേരിക്കക്കാരനാണ്. സിമരുബ എന്നാണ് ഇതിൻ്റെ പേര്. അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ഇത് ഒരു 30 കൊല്ലം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് കൊണ്ടുവന്നിട്ട് ഇതിനെപ്പറ്റി പ്രചരണം തുടങ്ങി. പണ്ഡിറ്റ് രവിശങ്കർ ഇതിന് റീനെയിം ചെയ്ത് ലക്ഷ്മി തരവ് എന്നതിന് പേരിട്ട് പുള്ളി വേൾഡ് ഓവർ ഇതിനെപ്പറ്റി പ്രചരിപ്പിക്കുന്നുണ്ട്. 8 കൊല്ലത്തിന് മുമ്പ് ഞാൻ ആദ്യം കേരളത്തിലെ 10 ഏക്കർ ലാൻഡ് ഒരുമിച്ച് മേടിച്ച് 10 ഏക്കറിനകത്ത് ഇത് 1000 പ്ലാന്റ് ഞാൻ വെച്ച്. ഇപ്പോൾ 1000 പ്ലാന്റും വളരെ വലുതായി വലിയ വൃക്ഷമായി പൂത്തൊലഞ്ഞ് കിടക്കുന്നു. ഇത് ഞാൻ പറയുന്ന ഭാവിയിലെ വൃക്ഷം. ഇതേപോലെ ഭാവിയിലെ കനി എനിക്കിവിടുണ്ട്. അത് ഞാൻ ജോലി എന്ന് പറയും. ഇത് ഭാവിയിലേക്കുള്ള വൃക്ഷം. ഈ വൃക്ഷത്തെ മുറുകെ പിടിച്ചാൽ മനുഷ്യനും പോകും, ഇവൻ സമ്പത്തുണ്ടാകുന്നത്. കൂട്ടത്തിൽ ഒരു കൽപ്പവൃക്ഷം എന്ന് വേണമെങ്കിൽ പറയാം. അതിനും അപ്പുറമാണ് കിട്ടും. കൽപ്പവൃക്ഷം കേരളത്തിൽ അവസാനം ഞാൻ എടുക്കാൻ തയ്യാറല്ല. അത് തെങ്ങ് ഇരിക്കട്ടെ. ഭാവിയിലേക്കുള്ള ഒരു വൃക്ഷമായിട്ട് ഞാനിതിനെ സജസ്റ്റ് ചെയ്യുന്നു. അത് പക്ഷേ രവിശങ്കർ ദീർഘവീക്ഷണത്തെ ഞാൻ എത്ര പൂഴ്ത്തിയാലും ശരിയാവില്ല. പുള്ളിയാണ് ഇത് ലക്ഷ്മി തരവ് പേരിട്ടത്. ആ ലക്ഷ്മി തരവിൻ്റെ കുരുവിനകത്ത് അത് ആട്ടിയാൽ ഡയറക്റ്റ് കുക്കിംഗ് ഓയിൽ കിട്ടും. അല്ലെങ്കിൽ അത് സംസ്കരിച്ച് ഡീസൽ എടുക്കാം. അത് കാരയ്ക്ക പോലുള്ള പഴത്തിൻ്റെ പുറത്തിരിക്കുന്ന മാംസമായ ഭാഗം സംസ്കരിച്ച് സ്ക്വാഷ് ഉണ്ടാക്കാം. അത് ആട്ടി പിണ്ണാക്കെടുത്ത് കഴിഞ്ഞാൽ, ആട്ടി എണ്ണ എടുത്തു കഴിഞ്ഞാൽ ബാക്കി വരുന്ന അതിൻ്റെ വേസ്റ്റിനകത്ത് 9% നൈട്രജൻ, 7% ഫോസ്ഫറസ്, 6% പൊട്ടാസ്യം. ലോകത്ത് ഒരു സസ്യത്തിനകത്തും ഇത്രയും ഫോസ്ഫറസും പൊട്ടാസ്യം നൈട്രജനും ഉള്ളൊരു പ്ലാന്റ് ഇല്ല. പിന്നെ ഏത് തരം വെള്ളത്തിലും ഏത് കാലാവസ്ഥയിലും ഈ ലക്ഷ്മി തരം പിടിക്കും. 5 കൊല്ലം കഴിഞ്ഞാൽ അതിൽ നിന്ന് 20 കിലോഗ്രാമോളം നൈട്രേറ്റ്സ് ആയിട്ട് ഫ്രൂട്ട്സ് കിട്ടിക്കൊണ്ടിരിക്കും. വർഷങ്ങളോളം അത് നീണ്ടു കിട്ടും. നമ്മുടെ നാട്ടുംപുറത്ത് ഇപ്പോൾ കുളങ്ങളൊക്കെ വറ്റി. നാട്ടുംപുറത്ത് കാണുന്ന പോലെ മനോഹരമായൊരു കുളം. ഇവിടുത്തെ മീനുകൾ സാധാരണ നാച്ചുറൽ ഫുഡാണ് കഴിക്കുന്നത്. ഇന്നിപ്പോൾ നമ്മൾ വന്ന് പ്രമാണിച്ച് അടിയിൽ ഉറങ്ങിക്കിടക്കുന്ന മീനൊക്കെ പൊങ്ങി വരാൻ വേണ്ടി നമ്മൾ കുബൂസ് സാറ് നുള്ളിപ്പറക്കി എടുത്ത് കൊടുത്ത് ആകണ്ടില്ലേ, അടിയിൽ നിന്ന് മീനെല്ലാം വന്ന് അത് കൊത്തിപ്പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ടൈപ്പ് മീനാണ് സാർ ഇതുള്ളത്? എല്ലാ ടൈപ്പും ഉണ്ട്. ഇവിടെ ഉള്ള മീൻ ഇവിടുത്തെ 60 ഡിഗ്രി ടെമ്പറേച്ചർ താങ്ങണം. ബാക്ടീരിയ ഉണ്ടാകില്ല, പായലുണ്ടാകാൻ അനുവദിക്കില്ല, കൊതുവ് ഉണ്ടാകത്തില്ല, സ്മെല്ലില്ല. ഇങ്ങനെയുള്ള
ഈ ഗുണങ്ങളെല്ലാം ഉള്ള മീൻ വേണം. സാധാരണ മീനുകൾ 50 ഡിഗ്രി ടെമ്പറേച്ചർ താങ്ങില്ല. ഈ മീൻ 60 ഡിഗ്രി ടെമ്പറേച്ചറിൽ ജീവിച്ചിരിക്കും. തണുപ്പ് 5 ഡിഗ്രി ആകുമ്പോഴേ അവൻ ജീവിച്ചിരിക്കും. അതാണ് ഈ മീനിൻ്റെ പ്രത്യേകത. ഇതിനകത്ത് ഏകദേശം നോക്കുകയാണെങ്കിൽ മൊത്തം നോക്കി 2 ലക്ഷത്തിന് മേലെ മീൻ കാണും. ഓരോ സ്ക്വയർ ഫീറ്റ് സർഫേസിൽ 200 മീൻ വെച്ചുകൊണ്ട് ഈ കുളത്തിൽ. ഇത് റോസ് വുഡ് അല്ലെങ്കിൽ വീട്ടി. അത് തേക്കുണ്ട്, മഹാഗണിയുണ്ട്, വീട്ടിയുണ്ട്. നമ്മുടെ ചീലാന്തിയുണ്ട്, പൂവരശുണ്ട്. പ്ലാസ്റ്റിക് ചാക്കിൽ വളർത്തിയിരിക്കുന്ന ചീലാന്തി, പൂവരസ്, നമ്മുടെ നാട്ടിലെ പൂവരസ്. നല്ല സ്ട്രോങ് തടിയാണ്. ഇത് എത്രമാത്രം വളരും സാർ? ഇതങ്ങ് വളർന്ന് വലിയ മരം. ഇതിപ്പോൾ താഴെ എടുത്ത് വയ്ക്കണോ? അത് പരിവായി കഴിഞ്ഞാൽ എടുത്ത് താഴെ വയ്ക്കാവുന്നതല്ലോ. ആ തെങ്ങ് നിൽക്കുന്നു. ഇത് കേരളം തന്നെ. കായകൾ പിടിച്ചു കിടക്കുന്നുണ്ടോ? ഈ ചെറു പ്രായത്തിലെ കായകൾ പിടിച്ചു കിടക്കുന്നുണ്ടോ? ഈ കായ വെച്ചിട്ടാണ് ഇത് കൃഷി. കായെടുത്തതിൻ്റെ തൈ ഉണ്ടാക്കുന്നത്. കറിവേപ്പില തോട്ടത്തിൽ ചിലതിനകത്ത് 600-700 കായ തന്നെ കാണും. ഇന്ത്യൻ പനിവർത്തത് ഇംഗ്ലീഷ് പറയും. നമ്മുടെ നാട്ടിൽ കുടങ്ങൾ എന്ന് പറയും, മുത്തിൽ എന്ന് പറയും. ഇതൊരു അത്ഭുതമായിട്ട് ഇവിടെ പിടിക്കും. കണ്ടോ? നാട്ടിൽ ഇതൊന്നും കാണാനില്ല. അത് പറയാം. ഇത് നാട്ടിൽ കാണാനില്ലാത്ത സാധനമാണ്. നേരത്തെ നമ്മൾ കണ്ട ബ്രഹ്മിയും ഈ ഇത് വട്ടക്കുടങ്ങൽ എന്ന് പറയും അല്ലേ? മുത്തിൽ എന്നും പറയും, കുടങ്ങൾ എന്നും പറയും. ഇതാണ് ഭാവിയിലേക്ക് ഞാൻ പറയുന്ന കനി. ഭാവിയിലേക്കുള്ള ഫ്രൂട്ടാണ്. ഈ ഫ്രൂട്ട് നമ്മളെ യൗവനം നിലനിർത്താൻ സഹായിക്കും. അതായത് വാർദ്ധക്യത്തിനെ മന്ദീഭവിപ്പിക്കാൻ ഈ ഫ്രൂട്ട് നമ്മളെ സഹായിക്കും. ഈ നോനി എന്ന് പറയുന്ന അത്ഭുത ഫ്രൂട്ട്. ഒരു നോനിയുടെ കുരുവിട്ട് 6 മാസം കൊണ്ടാണ് ഈ ചെടി ഇത്രയും വലുതായിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ട് 100 കണക്കിന് ഫ്രൂട്ടുമായിട്ട് കിടക്കുന്നത്. എന്താണ് ഈ കൃഷിത്തോട്ടത്തിൽ ഇല്ലാത്തത് എന്ന് ചോദിച്ചാൽ മതി. ശുദ്ധമായ കോവയ്ക്ക. അരളിപ്പൂങ്കാവുകൾ. വാ, 90 ദിവസം കൊണ്ട് കാപ്പിടിക്കൊരു മുരിങ്ങ. റോസ്, മണമുള്ള റോസ്. പച്ചക്കറി മാത്രമല്ല, ഒരു പൂന്തോട്ടമുണ്ട്. കൃഷിയിൽ കൂടെ സ്ത്രീകളിൽ കൂടിയ മാത്രമേ ഒരു രാഷ്ട്രം പുനർനിർമ്മാണം ചെയ്യാനൊക്കുമെന്ന് മനസ്സിലാക്കിയ ലോകത്തെ ആദ്യത്തെ ഭരണാധികാരിയാണ് ഷെയ്ഖ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്ത്രീകൾക്ക് ഇത്രയും ഫ്രീഡം, അത്രയും വിദ്യാഭ്യാസത്തിന് വേണ്ടി വേറൊരു രാഷ്ട്രവും ഇത്രയും പൈസ ചിലവാക്കുന്നില്ല കൃഷിക്ക് വേണ്ടിയും. ഈ രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയും അത് തന്നെയാണ് കാണിക്കുന്നത്. കർഷകരാണ് ഈ ഭൂമിയിൽ ആഹാരം ഉണ്ടാക്കുന്നത്. നിറഞ്ഞു നിൽക്കുന്ന വെണ്ടയ്ക്കാത്തോട്ടവും എത്തി. സാർ, ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു അത്ഭുതം തന്നെയാണ്. ഇവിടെ ഇങ്ങനെ ഒരു തീവ്രമായ ചിന്ത, മണ്ണിനെ സ്നേഹിക്കണമെന്ന് ഈ മണ്ണിൽ വന്ന് തോന്നി ആ മണ്ണിനെ സ്നേഹിച്ച് മണ്ണിൽ നിന്നും വിളവെടുക്കുന്ന സാറിനെ കണ്ടുമുട്ടിയത് വലിയ അത്ഭുതം തന്നെയാണ്. സാർ വിജയേട്ടനല്ല, എല്ലാ വിജയങ്ങളും സാറിനുണ്ടാവട്ടെ. ഒരു വെണ്ടയുടെ വിത്ത് എൻ്റെ കിട്ടിയ അതിൽ നിന്ന് ലക്ഷം വെണ്ടൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്തെടുക്കും പ്രകൃതിയുടെ സഹായത്താൽ. അതാണ് കർഷകർ. ഈ അത്ഭുത കാഴ്ചകൾക്ക് ശേഷം നമുക്ക് ശ്രീ ഗോപാലിനെ പരിചയപ്പെടാം. അദ്ദേഹം അജ്മാനിൽ താമസിക്കുന്നു. കാലങ്ങളായി ഇവിടെ താമസിക്കുന്ന ഇദ്ദേഹം നാട്ടിലെ പോലെ തന്നെ ഇവിടുത്തെ മലയാളി സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾക്ക് മേൽ ഒരു പരിഹാരമായി അവതരിക്കാറുണ്ട്. മാത്രമല്ല വേണ്ടുന്ന ഉപദേശവും നൽകാറുണ്ട്. അങ്ങനെ ഒരു മലയാളി കാരണവരായി വാഴുകയാണ് ശ്രീ ഗോപാൽ അജ്മാനിൽ. എൻ്റെ പേര് ഗോപാൽ എന്നാണ്. ഞാനിവിടെ 97 പകുതിയായപ്പോൾ ഇവിടെ വന്നു. ദുബൈയിലാണ് ആദ്യം വരുന്നത്. പക്ഷേ എൻ്റെ താമസം ആദ്യം ഷാർജയിലായിരുന്നു. എൻ്റെ ഒരു
6 മാസത്തോളം. പിന്നെ ഞാൻ അജ്മാനിലായി. എൻ്റെ സ്ഥലം ചവറ. എൻ്റെ വീട്ടുപേര് ഇളംകുളത്തെന്നാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഫാമിലിപ്പെട്ട ഒരു അംഗമാണ് ഞാൻ. ഇവിടെ വന്നു ഒരു കമ്പനിയിൽ ആദ്യമായിട്ട് വരുന്ന MEPയുടെ കോർഡിനേറ്ററായിട്ടാണ് ഞാൻ വരുന്നത്. ഇപ്പോഴും തുടർന്ന് പോകുന്നു. ഇപ്പം ചെറിയ ചെറിയ ബിസിനസ്സുകളും ഉണ്ട്. അന്നിവിടെ വരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ദുബൈ മാത്രമേ ഉള്ളൂ ഇത്രയും ഡെവലപ്പായി നിൽക്കുന്ന ഭാഗം. ഷാർജ ഒന്നും അത്ര ആയിട്ടില്ല. പക്ഷേ ഇന്നത്തെ അജ്മാൻ എന്ന് പറയുന്നത് ദുബൈ പോലും വെല്ലുന്ന തരത്തിലാണ് ഇതിൻ്റെ വളർച്ച. ഇപ്പോൾ ഈ കാണുന്ന ബിൽഡിങ്ങുകളൊന്നും അന്നൊന്നും ഇല്ല. ഞാൻ വരുന്ന സമയത്ത് ഇവിടെ ഒന്നുമില്ല, വെറും മൈതാനം. ഇപ്പം അതിൻ്റെ മുഖച്ഛായ തന്നെ മാറി. എൻ്റെ ഒരു അയൽക്കാരനെ സഹായിക്കാൻ തന്നെ തീരുമാനിച്ച് ഞാനൊരു വളരെ വലിയൊരു ഷോപ്പ് ഇട്ട് കൊടുത്തു, ഒരു സ്പെയർ പാർട്സിൻ്റെ. അയാളെ വിശ്വസിച്ചേൽപ്പിച്ചു എല്ലാ കാര്യങ്ങളും. പക്ഷേ അവസാനം അയാൾ എന്നെ പറ്റിച്ചിട്ട് പോയി. അയാളെന്നല്ലാണ്ട് 5 ജോലിക്കാരുണ്ടായിരുന്നു. അതിൽ ഒരാളെ ഉള്ളൂ ഒരുവിധം സത്യസന്ധത കാണിച്ചിട്ടുള്ള വ്യക്തി. എനിക്കതാണ്ട് 1.25 കോടി രൂപ എനിക്ക് ഇന്ത്യൻ രൂപ ഇവിടെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പം അങ്ങനെയും പറ്റിച്ച് ജീവിക്കുന്ന ഒരു ഭാഗമുണ്ട്, പറ്റിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. നമ്മുടെ നാട്ടുകാർ പലരും ഇവിടെ വന്നിട്ട് ആൾമാറാട്ടം നടത്തി, എന്ന് വെച്ചാൽ പേര് പോലും വേറെ ആക്കി ഇവിടുത്തെ ഒരു വലിയ ബിസിനസ് നടത്തുന്നുണ്ട്. പെൺവാണിഭം. നാട്ടിൽ നിന്ന് ഏറ്റവും വളരെ എന്നുവെച്ചാൽ ദാരിദ്ര്യതയ്ക്ക് പോലും താഴെ ജീവിക്കുന്ന ഗതിയില്ലാത്ത ആൾക്കാരെ കണ്ടുപിടിച്ച് അവിടുത്തെ പെൺപിള്ളേരെയാണ് കൊണ്ടുവരുന്നത്. അതെന്ന് പറഞ്ഞാൽ ഒന്നീ ബന്ധം വേർപെട്ട് നിൽക്കുന്നവർ, അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ച് പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചു പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ കെട്ടിച്ച് വിടാൻ മാതാപിതാക്കൾക്ക് കഴിവില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവർ. അതും ഉൾനാടൻ പ്രദേശങ്ങളിൽ നിന്നാണ്. ഇപ്പം എസ്പെഷ്യലി പറഞ്ഞാൽ കൊല്ലം ജില്ല എടുത്താൽ കൊല്ലം ജില്ല കൊളത്തൂപ്പുഴ അങ്ങനെയുള്ള എന്നുവെച്ചാൽ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മേഖലകൾ, പത്തനംതിട്ട, വയനാട്, ഇങ്ങനെയൊക്കെയുള്ള കുറേ മേഖലകളിൽ അങ്ങനെയുള്ള ഏറ്റവും എന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് ആൾക്കാരുമായിട്ട് കൂടുതൽ ഇടപഴകാത്തതും മറ്റ് ജീവിത രീതികളെക്കുറിച്ച് അറിയാത്തതുമായ ഏരിയയിലുള്ള ആൾക്കാരെ പെൺപിള്ളേരാണ് ഇവർ സെലക്ട് ചെയ്യുന്നത്. സൂപ്പർ മാർക്കറ്റ് ജോലി അല്ലെങ്കിൽ വലിയ പാൽ ഉൽപ്പാദന കേന്ദ്രങ്ങൾ എന്നൊക്കെ പറഞ്ഞാണ് പെൺപിള്ളേർ ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിവിടെ നമ്മുടെ കേരളത്തിൻ്റെ ഭരണാധിപന്മാർക്ക് ഇതറിയാം. അവരെ ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അവർ ബന്ധപ്പെട്ടുള്ളതുമാണ്. പക്ഷേ എല്ലാവർക്കും ഒരു പരിധിയുണ്ട്. ഒരു പെണ്ണ് ഗൾഫിലോട്ട് പോകാൻ പോകുന്നെങ്കിൽ ഒരു വിസ ഒരാൾ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കേണ്ടത് നോർക്കയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എനിക്ക് തോന്നുന്നു വളരെ ഫ്രീ സർവീസാണ് നോർക്കയൊക്കെ. അവിടെ ചെന്ന് ഈ വിസയുടെ ഡീറ്റെയിൽസ് കാണിച്ച് അല്ലെങ്കിൽ മറ്റ് അയൽക്കാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വിളിച്ച് അന്വേഷിപ്പിച്ച് ഇത് യഥാർത്ഥമാണോ എന്ന് തിരക്കിയിട്ട് മാത്രമേ ഒരു പെൺകുട്ടി ഇവിടെ വരാവൂ. അഥവാ ഒരു പെൺകുട്ടി വരുന്നെങ്കിൽ തന്നെ അവളുടെ ബന്ധുക്കളെ മറ്റുള്ളവരുടെ അഡ്രസ്സും അവരുമായിട്ട് ബന്ധപ്പെട്ട് എയർപോർട്ടിൽ ഇവിടെ എത്തുമ്പോൾ അവളെ സ്വീകരിക്കാൻ മറ്റുള്ളവരോട് എവരും ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അവൾ ചതുക്കുഴിയിലേക്കാണ് പോകുന്നത്. മണ്ണങ്ങോട്ട് മാറ്റുമ്പം സ്വർണം കുഴിച്ചെടുക്കാമെന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവർ ഡെയിലി ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാൻ വിളിച്ചിട്ട് പൈസ അയക്കുന്നുണ്ടോ, പൈസ അയച്ചോ. അപ്പോൾ എന്നാൽ കണക്ക് കൂട്ടി ഇത്ര രൂപയാണ് എൻ്റെ ഭർത്താവിന് കിട്ടുന്ന ശമ്പളം. അതവൻ ഈ പെരുവെയിലത്തൊക്കെ ഇത്രയും വലിയ 10-25 നിലയുടെ മുകളിൽ ഈ സ്റ്റീലുമൊക്കെ ഇടുന്നതിൻ്റെ മുകളിൽ ചുട്ടുപഴുത്ത് ചിലൊരു മനുഷ്യജീവിക്ക് നിൽക്കാൻ പറ്റുന്നതിനപ്പുറം ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന അവനോടാണ് ചോദിക്കുന്നത് പൈസ അയച്ചിട്ടുണ്ടോ. പക്ഷേ ആ അയക്കുന്ന പൈസ പോലും അത് കറക്റ്റായിട്ടൊരു വിനിയോഗിക്കാതെ അവർ ആർഭാടം, ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള വസ്ത്രങ്ങൾ, സാരി, അയലത്തുകാരൻ കാശുള്ളവൻ്റെ വീട്ടിൽ അവൾ ആരെങ്കിലും പെണ്ണുങ്ങൾ പോയി സാരി മേടിച്ചാൽ അതിനെക്കാട്ടി വലിയ 10 വാങ്ങാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു സെറ്റ് ആൾക്കാരുണ്ട്. ഇപ്പം നമ്മുടെ നാടിനെ അപേക്ഷിച്ചെന്ന് പറഞ്ഞാൽ അവിടെ പച്ചപ്പ് കൂടുതലാണ്, ഇവിടെ എന്ന് പറയുമ്പോൾ പച്ചപ്പ് കുറവാണ്. പക്ഷേ ഇന്ന് നമ്മുടെ നാടിനെക്കാട്ടി പച്ചപ്പ് വെച്ച് പിടിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഇവിടുത്തെ UAE ഗവൺമെൻറ്റാണ്. എങ്ങോട്ട് നോക്കിയാലും പച്ചപ്പ്, അതിനു വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പൈസ അവർ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ കാർക്കിച്ച് തുപ്പി ഒക്കെങ്കിൽ ചില മൂത്രോട് ഒഴിച്ചിട്ട് പോകാൻ നോക്കും, അതിനകത്ത് അത് വലിച്ചു വിടുത്ത് കളയാൻ നോക്കും. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് അത് നമ്മുടെ ഭരണാധികാരികൾ പോലും ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗങ്ങളാണ്. ഇവിടെ എന്ന് പറയുന്നത് ഒരു റോഡ് ക്രോസ് ചെയ്താൽ യഥാർത്ഥ സ്ഥലത്തൂടെ അല്ല ക്രോസ് ചെയ്യുന്നതെങ്കിൽ അതിന് വരെ അവർ ഫൈനടിക്കും.
നമ്മൾ പാർക്കുകളിലൊക്കെ പോയാലൊക്കെ വളരെ ശുദ്ധമായിട്ട് എന്ന് വെച്ചാൽ നമ്മളവിടെ ക്ലീനിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവരുടെ ക്ലീനിങ്. നമ്മൾ ഒരു ടിഷ്യൂ പേപ്പർ പോലും അവിടെ ഇടാൻ കഴിച്ച എന്തെങ്കിലും അവശിഷ്ടങ്ങൾ ഇടാനൊന്നും അവർ സമ്മതിക്കുന്നില്ല. അതിന് അതാത് സ്ഥലങ്ങളിൽ വേസ്റ്റ് ബോക്സുകളൊക്കെ വെച്ചാണ് വെക്കുന്നത്. നമ്മുടെ നാട്ടിൽ ഇത് വല്ലതും ഉണ്ടോ? നമ്മുടെ നാട്ടിൽ അതിൻ്റെ കാശുണ്ടെങ്കിൽ അവർ അടിച്ചുകൊണ്ട് വന്നു നോക്കും. പക്ഷെ നമ്മുടെ ഭരണാധിപന്മാർ ഇവിടെ ശ്രദ്ധിക്കേണ്ട. ഇവിടെ പലരും വന്നിട്ടുണ്ട്, പലരും ഇത് കണ്ടിട്ടുമുണ്ട്. എന്തുകൊണ്ട് നമ്മുടെ പഞ്ചായത്തുകൾക്കോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികൾക്കോ ഇതുപോലൊരു സംവിധാനം ചെയ്തുകൂടാ? നമ്മുടെ സിറ്റി എത്രയോ ക്ലീൻ ആവും. നാട്ടിനെക്കാട്ടി ഇപ്പം നോക്കിയാൽ പൊതുവേ ആളുകൾക്ക് ഫാമിലിയായിട്ടൊക്കെ താമസിക്കണമെങ്കിൽ ഏറ്റവും വലിയ സുരക്ഷിതത്വം UAE ആണ്. ഒരു പാതിരാത്രിക്ക് പച്ചപാതിരാത്രി 2 മണിക്ക് നീ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ഇവിടെ നടന്നു പോട്ടെ, ഒരു മനുഷ്യൻ നീ എവിടെ പോയെന്ന് ചോദിക്കില്ല. ഇവിടുത്തെ നിയമപാലകരല്ലാതെ അവരഥവാ ചോദിച്ചാലും അങ്ങനെ ഒരു സാഹചര്യത്തിൽ കണ്ടാലേ അവർ ചോദിക്കും. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അവർ സുരക്ഷിതമായിട്ട് അവരെ എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു കൊടുക്കും. അതാണ് ഇവിടുത്തെ നിയമം. ദൂരെ ഒരു നാടിനെ സ്വന്തം കണ്ട് സ്നേഹിച്ച് അവിടെ ജീവിക്കുന്ന പ്രവാസികളെക്കുറിച്ച് ചിന്തിക്കുന്ന സംസാരിക്കുന്ന അറേബ്യൻ തീരത്ത് ഇന്ന് തൽക്കാലം ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ വിലമതിക്കുന്നു. അതുകൊണ്ട് പ്രേക്ഷകരായ നിങ്ങൾക്ക് വിലപ്പെട്ട സമ്മാനങ്ങളും നൽകുന്നു. തീർച്ചയായും എഴുതുക, സമ്മാനങ്ങൾ നേടുക. ഇനി അടുത്ത ആഴ്ച